അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അസിയാഹത്തു തിബിയ എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗത്ത് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള കുറച്ച് കമ്പനികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെയധികം പ്രശസ്തരായ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് അപ്പോളോ കമ്പനി. അപ്പോളോ കമ്പനി ഒരുപാട് ഹൈ ക്വാളിറ്റി ലാബുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസൊക്കെ ഇന്ത്യയിൽ അവർക്കുണ്ട്. അവരുടെ ചില ഹോസ്പിറ്റലുകളൊക്കെ ലജനത്തു ദൗലിയത്തുൽ മുഷ്തരിക്ക നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജോയിൻറ്റ് ഇൻ്റർനാഷണൽ കൗൺസിൽ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഹോസ്പിറ്റലുകളും അവർക്ക് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള വലിയ വലിയ സിറ്റികളിലൊക്കെ അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ ന്യൂഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, പഞ്ചാബ്, കൊൽക്കത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അവരുടെ ബ്രാഞ്ചുകളും ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ഏറ്റവും അവരുടെ ഹോസ്പിറ്റലിൽ സ്പെഷ്യലായിട്ടുള്ളത് തഖ്ദീർ അനസ്തേഷ്യ, അങ്ങനെ കുറച്ച് രോഗങ്ങളുടെ പേര് അടിയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കറക്റ്റ് അർത്ഥം അവസാനത്തിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് വായിച്ചു പോവാം. ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സർജറി, സർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ, അതുപോലെ തിബുൽ അത്ഫൽ കുട്ടികളുടെ രോഗങ്ങൾ, പീഡിയാട്രി, അതുപോലെ തന്നെ റിയായത്തുൽ ജിറാഹ ക്രിട്ടിക്കൽ സർജറി, റിയായത്തു ത്വായിഹ എമർജൻസി സർജറി, അതുപോലെ തിബുൽ ജനീൻ ഈ ചെറിയ കുട്ടിയുമായിട്ടുള്ള ഗർഭസ്ഥ ശിശുവായിട്ടുള്ള മെഡിസിൻ, അമ്രാദുൽ ജിഹാസിൽ ഹൽമി വൽ കബദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റൻഷ്യൽ ഡിസീസാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വത്തൗലീദ് പ്രസവമായിട്ടുള്ള അമ്രാദുൽ നിസാ സ്ത്രീകളുടെ രോഗങ്ങൾ, അതുപോലെ തന്നെ അഷിയാത്തു തദാഖലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോളജിയാണ്. അതുപോലെ തന്നെ അത്ഫാനുൽ അനാബീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് ശിശു, അതുപോലെ തന്നെ സിറാത്തുൽ കവിദ് ലിവർ പ്ലാന്റേഷൻ, സിറാത്തുൽ കില അത് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി പ്ലാന്റേഷൻ ആണ്. അതുപോലെ തന്നെ തിബുൻ നവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ആയിട്ടുള്ള ആ ഒരു മെഡിസിൻ, അമ്രാദുൽ കില അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ ഒലൂമുൽ അഅ്സാബ് ന്യൂറോ സയൻസ്, തിബുൽ ഒയുൻ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജിറാത്തുൽ ഏദാം ബോൺ സർജറി, തിബുൽ അൻഫി വൽ ഉദനി വൽ ഹഞ്ചറ ENT, അതുപോലെ തന്നെ തിബുൽ അത്ഫാൽ പീഡിയാട്രി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ജിറാത്തുൽ അത്ഫാൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സർജറികൾ, തിബുൻ നഫ്സി സൈക്കാട്രിക്, അതുപോലെ തന്നെ എൽമുൻ നഫ്സി സെരീറി ക്ലിനിക്കൽ സൈക്കോളജി, ജിറാത്തു തജ്മീലിയ അത് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ തെർമീമിയ എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. അതും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള ഒരു സർജറിയാണ്. അതുപോലെ തന്നെ തിബുൽ ജിഹാദ് നഫ്സി നൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കവും അതുപോലെ തന്നെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ, അതുപോലെ തന്നെ അമ്രാദ് റൂമാറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാറ്റിക് ഡിസീസുകളാണ്, അഥവാ നമ്മുടെ ഈ മർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ളതാണ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ജിറാത്തുൽ അമൂദുൽ ഫക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ അവിടെയുള്ള സ്പൈനൽ സർജറി, അതുപോലെ തന്നെ മസാലിക്കുൽ ബൗലിയ അത് യൂറിനൽ ട്രാക്കുകൾ മൂത്രദ്വാരവുമായിട്ട് ബന്ധപ്പെട്ട, അതേപോലെ തന്നെ അമ്രാദുൽ ദുക്കൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ രോഗങ്ങൾ, ജിറാത്തുൽ ദമവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസലുകളുമായിട്ട് രക്തധമനികളുടെ ആ ഒരു സർജറി, അതേപോലെ അവയത്തു ദമവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്കുലർ സർജറിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പേരുകളൊക്കെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, അല്ലാതെ പരീക്ഷയ്ക്കായിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇങ്ങനെ ചോദിക്കാറില്ല. ഏതായാലും നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാം. ഏതായാലും ഇവിടെയുള്ള ഡോക്ടർമാരൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. പ്രത്യേകിച്ചും ഈ ഹാർട്ട് ഡിസീസുകൾ, അതേപോലെ തന്നെ ന്യൂറോ സയൻസ് ഈ വിഭാഗത്തിലുള്ള ആളുകൾ വളരെയധികം പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള രണ്ടാമത്തെ ഒരു കമ്പനിയാണ് ഫോർത്തീസ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ മേഖലയിലെ ഫോർത്തീസ് കമ്പനി. അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് പഞ്ചാബിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ സിറ്റികളിലൊക്കെ അവർക്ക് 10ഓളം ഹോസ്പിറ്റലുകൾ അവർക്കുണ്ട്. ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, നോയിഡ അതുപോലെ തന്നെ സിറ്റികളിലൊക്കെ അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ 4 ഹോസ്പിറ്റലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ജോയിൻറ്റ് കമ്പനി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനാൽ അംഗീകാരം ലഭിക്കപ്പെട്ട 4 ഹോസ്പിറ്റലുകളും അവർക്കുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് കൊളംബിയ ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ കമ്പനികളിൽ പെട്ട ഒന്നാണ് കൊളംബിയ ഏഷ്യ എന്നുള്ളത്. കൊളംബിയ ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കെയർ മേഖലയിൽ വളരെയധികം സർവീസുകൾ നൽകുന്ന കുറച്ച് കമ്പനികളുടെ ഒരു കൂട്ടമാണ് കൊളംബിയ ഏഷ്യ എന്നുള്ളത്. കൊളംബിയ ഏഷ്യക്ക് ഇന്ത്യയിലുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള സിറ്റികളിലൊക്കെ അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാംഗ്ലൂർ, അതേപോലെ തന്നെ ഓവാൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അവർക്ക് എന്തുണ്ട്, അവരുടേതായ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ ചില ഹോസ്പിറ്റലുകളൊക്കെ നമ്മുടെ മജ്ലിസുൽ വതനിൽ ഇഅ്തിമാദുൽ മുസ്തശ്ഫിയാത്ത് അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ്
വികാർട്ട് കമ്പനി അതാ ഈ റിയാജ് സിഹയിലെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു കമ്പനിയാണ് വികാർട്ട്. വികാർട്ട് കമ്പനിക്ക് ഇന്ത്യയിലുള്ള പ്രമുഖ സ്ഥലത്തൊക്കെ അവരുടേതായിട്ട് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ബോംബെയിലൊക്കെ മുംബൈയിലൊക്കെ അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില ഹോസ്പിറ്റലുകളൊക്കെ ഹാർവാർഡുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ അവർ ഏത് ബ്ലൂ ഷീൽഡ് അതുപോലെ തന്നെ ത്രോക്കോഴ്സ് ഈ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഇൻഷുറൻസ് കമ്പനികളാണ്, പ്രസിദ്ധമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ബ്ലൂ ഷീൽഡൊക്കെ. അവരുമായിട്ടൊക്കെ ഇവർക്ക് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. അതിനോടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വികാർട്ട് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് മീതാന്ത കമ്പനി എന്നുള്ളത്. അവർക്കധികം ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അവർക്കുണ്ട്. അവരുടെ ഹെഡ് ഓഫീസ് നിലനിൽക്കുന്നത് ഹരിയാനയിലാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തെ സ്ഥാപിക്കുന്നത് വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു ഹൃദയ സർജറിയുടെ അഥവാ ഹാർട്ട് സർജൻ ആയിട്ടുള്ള നാരിഷ് തെരിഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് സ്ഥാപിക്കുന്നത്. മീതാന്തയിൽ ഒരുപാട് മെഡിക്കൽ റിസർച്ചുകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിസർച്ചുകളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ഹെൽത്ത് കെയറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്നേഹവും അതുപോലെ തന്നെ കരുതലൊന്നും കിട്ടാത്ത അങ്ങനെയുള്ള രോഗികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ അവിടെയുള്ള നഴ്സുമാർക്കൊക്കെ എങ്ങനെയാണ് രോഗികളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവർക്ക് സേവനം നൽകേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ഏകദേശം ഒരുപാട് റിസർച്ച് സെന്ററുകൾ ഈ ഹോസ്പിറ്റലിന് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോളേജുകൾ, ഈ മെഡിക്കൽ കോളേജുകൾ അവർക്കുണ്ട്. അത് ഏകദേശം 1250 ക്ലിനിക്കുകൾ അവർക്കുണ്ട്. അതുപോലെ 350 ICU, അതേപോലെ ഈ വളരെയധികം നൂതനമായിട്ടുള്ള മെഷീനുകൾ, മോഡേൺ മെഷീനുകളും അതേപോലെ തന്നെ ടെക്നോളജിയൊക്കെ ഉള്ള അവരുടേതായിട്ടുള്ള 45 സർജറി റൂമുകളുണ്ട്. അതേപോലെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർക്കുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ഈ ഒരു മേഖലയിൽ രോഗികൾക്ക് അവരുടേതായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ചും ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികൾക്ക് സഹായം ചെയ്യാനും ഒരുപാട് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ വരുന്ന വിദേശികളായിട്ടുള്ള രോഗികൾക്ക് അവരുടെ ഈ ഹെൽത്ത് കെയർ മേഖലയിലുള്ള അവരുടെ ഇൻഷുറൻസ് പാക്കേജ്, അതുപോലെ തന്നെ നല്ല ചികിത്സ നൽകുന്ന ഈ ഹെൽത്ത് കെയർ മേഖലയിൽ നല്ല ചികിത്സ നൽകുന്ന ആളുകൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ഇവരുടെ വിസ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അവരുടെ അപ്പോയിൻമെൻറ്റ് ഡോക്ടറെ കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ സർജറിക്കൊക്കെ ഉള്ള അപ്പോയിൻമെൻറ്റ് ശരിയാക്കി കൊടുക്കുക, അത് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്യുക. അതേപോലെ അവരുടെ രാജ്യത്തിനകത്തുണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റികൾ, അതേപോലെ ഇവർ വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് അവരെ വെൽക്കം ചെയ്യുക. അതേപോലെ അവരുടെ ചികിത്സ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ അവരെ പറഞ്ഞയക്കുക. അവരുടെ ഹോട്ടലിലും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ അവരെ എത്തിക്കുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇവർ ഈ രോഗികൾക്ക് ഏറ്റവും നല്ല ലാബുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, നല്ല ഡോക്ടേഴ്സിനെയും അതേപോലെ തന്നെ നല്ല മെഡിക്കൽ സ്റ്റാഫിനെയും കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ കമ്പനികളാണ് ഇവർക്ക് നൽകുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സയും ഇന്ന് ഇന്ത്യയിലുണ്ട്. ഏതുപോലെ ബോൺ സർജറി പോലെ, അതുപോലെ തന്നെ ഇസ്തിബ്ദാൽ മഫ്സൽ ഹൗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽവിക് ജോയിന്റ് റീപ്ലേസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ഊരയുടെ കണുപ്പുകൾ അതിനൊക്കെ റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ മഫ്സലുർ റഖബ എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ കണുപ്പുകൾ അതിനെ റീപ്ലേസ് ചെയ്യുക. അതേപോലെ തന്നെ ഹൃദയപരമായ രോഗങ്ങൾ, അതേപോലെ നെഞ്ചിൻ്റെയും അതുപോലെ ഹൃദയവുമായിട്ടുള്ള സർജറികൾ, പ്ലാസ്റ്റിക് സർജറി, മുഖത്തുള്ള സർജറി, ബ്രസ്റ്റ് സർജറി, അതേപോലെ തന്നെ പല്ലുകളുടെ സർജറി, പല്ലുകളെ വെളുപ്പിക്കുക. സിറാത്തുൽ അസ്നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകളെ പ്ലാന്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ സെംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സർജറി. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ചികിത്സകൾ. അതേപോലെ ഔറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ചികിത്സ. അതേപോലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ലേസിക് പോലെയുള്ള രോഗങ്ങൾ. അതേപോലെ ജറാത്തുൽ മിയാഹുൽ ബൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർജറിയാണ്. അതേപോലെ തന്നെ ബാഹ്യ ബോഡിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഔട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന സർജറികൾ. അതേപോലെ ന്യൂറോ സർജറി, ജറാത്തുൽ ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർജറി, ജറാത്തുൽ നഹാമുൽ അദാം ബോൺ മാരോ പ്ലാന്റേഷൻ, അമ്രാദുൽ കുല ഈ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ ജറാത്തുൽ കുല. അങ്ങനെയുള്ള ഒരുപാട് എല്ലാ രോഗങ്ങൾക്കും ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്.
ഇത് ഇന്ന് വളരെയധികം ലോകത്ത് തന്നെ ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ വളരെയധികം പോപ്പുലർ ആണ്. ഇതിങ്ങനെ പോപ്പുലർ ആവാനുള്ള മറ്റൊരു കാരണം കൂടെ പണ്ട് കാലം മുതലേ അറബികൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ കുടുംബത്തോടു കൂടെ ഇന്ത്യയിൽ ചികിത്സയ്ക്ക് വരാറുണ്ട്. ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വലിയ രാജ്യങ്ങൾ UAE പോലെയുള്ള, സൗദി പോലെയുള്ള അവിടെയുള്ള ഭരണ കുടുംബത്തിൽ നിന്നുള്ള, ഭരിക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇന്ത്യയിലേക്കും അതേപോലെ തന്നെ പ്രധാനമായിട്ട് ബോംബെ, മുംബൈ അവിടേക്കൊക്കെ ബോംബെയിലേക്കൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അപ്പോളോക്ക് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആണ് നമ്മൾക്ക് തന്നിട്ടില്ലെങ്കിലും ഏകദേശം എല്ലാ സിറ്റികളിലും അവൾക്ക് എന്തുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. അതേപോലെ തന്നെ ഫോർത്തീസിന് എത്ര ഹോസ്പിറ്റലുകളുണ്ട്, 10ഓളം ഹോസ്പിറ്റലുകളുണ്ട്. അതേപോലെ തന്നെ കൊളംബിയ ഏഷ്യ എന്ന് പറയുന്നത് എന്താണ്, കൊളംബിയ ഏഷ്യ എന്ന് പറയുന്നത് ഒരുപാട് ഹോസ്പിറ്റലുകളെ ഹെൽത്ത് കെയർ നൽകുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കൊളംബിയ ഏഷ്യ എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ചികിത്സയുള്ള പ്രധാന രോഗങ്ങൾ, നമ്മൾ ഒരുപാട് രോഗങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വന്നാൽ എഴുതാം. അതേപോലെ തന്നെ ചെറിയ മുസ്തഫ മീതാന്തയിൽ എത്ര ബെഡുകളുണ്ട് അഥവാ എത്ര ക്ലിനിക്കുകളുണ്ട്, 1250 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കാൻ നോക്കാം. ഒന്നാമത്തേൽ ശരിയായിട്ടുള്ളത് ഹിയ എന്നുള്ളതാണ്, രണ്ടാമത്തേൽ ശരി തംതരിക്കു എന്നുള്ളതാണ്, മൂന്നാമത്തേതിൽ ആല എന്നും, നാലാമത്തേതിൽ അല്ലദീന എന്നും, അഞ്ചാമത്തേൽ മുസ്തഷ്ഫയാത്തിഹ എന്നുമാണ് ശരിയായിട്ടുള്ളത്. അതേപോലെ തന്നെ ജുംല ഉണ്ടാക്കാനുള്ളത് തഹസ്സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ, ഹിബ്രത്തുൽ ആലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഉയർന്ന എക്സ്പീരിയൻസ് ഉള്ള, അദ്ദേഹത്തിന് വാഴ്ത്തമത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം നൽകുക, അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റലുകൾ. അതേപോലെ തന്നെ ഷാത്തുൽ എത്തിമാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ അംഗീകാരം നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ബാക്കാത്തു തമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പാക്കേജ് ആണ്. പിന്നെ അതേപോലെ തന്നെ റീറൈറ്റ് ചെയ്യാനുള്ളതും അതേപോലെ തർജ്ജമ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അവസാനം ഒരു മാച്ച് ചെയ്യാനുള്ളതും കൂടി കാണാം, അതും കൂടെ നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തേനോട് മാച്ച് ആവുന്നത് അഞ്ചാമത്തതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തതിനോട് മാച്ച് ആവുന്നത് മൂന്നാമത്തതാണ്, മൂന്നാമത്തതിനോട് മാച്ച് ആവുന്നത് ഒന്നാമത്തതാണ്, നാലാമത്തതിനോട് മാച്ച് ആവുന്നത് രണ്ടാമത്തതാണ്, അഞ്ചാമത്തതിനോട് മാച്ച് ആവുന്നത് നാലാമത്തതുമാണ്. ഈ സ്ക്രീനിൽ കൊടുത്തതുപോലെയാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ വരുന്നത്. ഇങ്ങനെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്, അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടെ നോക്കി വെക്കണം. അപ്പോൾ ഈ പാഠഭാഗം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.